Hello friends, welcome to SAT Centers Institution Center Marathumadi. നമ്മൾ പഠിക്കാൻ പോകുന്നത് solid state part 3 ആണ്. Types of crystalline solids. കഴിഞ്ഞ part 1 ൽ 2 നമ്മൾ crystalline solids എന്താണ്, amorphous solids എന്താണെന്നൊക്കെ പഠിച്ചു. ഇനി നമ്മൾ crystalline solids ന്റെ വിവിധ ടൈപ്പുകൾ ഏതൊക്കെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. On the basis of nature of particles and binding force between the particles, crystalline solids are classified into 4 types. അതായത് ഈ crystalline solids ഉണ്ടാക്കിയിരിക്കുന്നത് ഏതെല്ലാം പാർട്ടിക്കിൾ വെച്ചിട്ടാണ്, അവർ തമ്മിലുള്ള ഫോഴ്സ് എങ്ങനെയാണ്, അവരുടെ ബൈൻഡിങ് ഫോഴ്സ് എങ്ങനെയാണ്, ഈ രണ്ട് കാര്യങ്ങളാണ് ദി നേച്ചർ ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് ബൈൻഡിങ് ഫോഴ്സ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 4 ആയിട്ട് നമ്മൾ ഇതിനെ തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? മോളിക്കുലർ സോളിഡ്സ്, അയോണിക് സോളിഡ്സ്, മെറ്റാലിക് സോളിഡ്സ് ആൻഡ് കോവാലന്റ് സോളിഡ്സ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ മോളിക്കുലർ സോളിഡ്സ് എന്താണ്? ഹിയർ ദ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആർ മോളിക്യൂൾ ആണ് ഇതിനകത്തുള്ളത്, എല്ലാം മോളിക്യൂൾ. എക്സാമ്പിൾ ഹൈഡ്രജൻ H2 Cl2 എന്നൊക്കെ പറയുന്നത്. These are further subdivided into 3. ഓക്കെ, ഇതിനെ നമുക്ക് വീണ്ടും എന്താണ് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, എന്തൊക്കെയാണ്? നോൺ പോളാർ മോളിക്കുലർ സോളിഡ്സ്, പോളാർ മോളിക്കുലർ സോളിഡ്സ് ആൻഡ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്സ്. ഓരോന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നോൺ പോളാർ മോളിക്കുലർ സോളിഡ്സ്. Constant particles are either atoms like argon, helium, etc. or non-polar molecules like H2 Cl2 8. ഒന്നില്ലെങ്കിൽ ആർഗണോ ഹീലിയമോ അങ്ങനെയുള്ള ആറ്റങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നോൺ പോളാർ മോളിക്യൂൾസിനെ പോലെയുള്ള ഹൈഡ്രജൻ H2 Cl2 8. ഇവരെയാണ് നോൺ പോളാർ മോളിക്കുലർ സോളിഡ്സ്. അതായത് ഇപ്പോൾ ആറ്റംസ് ഇങ്ങനെയായിരിക്കും. ദ ബൈൻഡിങ് ഫോഴ്സ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ഈസ് ലണ്ടൻ ഡിസ്പേഴ്സൺ ഫോഴ്സസ് ഓർ വീക്ക് വാൻഡർ വാൾസ് ഫോഴ്സസ്. ഇതിൽ ഈ ഫോഴ്സസിനെ കുറിച്ച് നിങ്ങൾ +1 ൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ലണ്ടൻ ഡിസ്പേഴ്സൺ ഫോഴ്സോ അല്ലെങ്കിൽ വീക്ക് വാൻഡർ വാൾ ഫോഴ്സോ ആയിരിക്കും അവർ തമ്മിൽ ഉള്ളത്. ദീസ് ആർ സോഫ്റ്റ് സോളിഡ്സ്. സോഫ്റ്റ് സോളിഡ് ആണ്, വളരെ സോഫ്റ്റ് ആണ് ഈ സോളിഡ്. നമുക്കൊന്ന് പിടിച്ച് നെക്കുക അല്ലെങ്കിൽ അങ്ങനെ മുറിക്കുകയൊക്കെ ചെയ്യാം. ദെൻ നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇതിൽ വൈദ്യുതിയെ കടത്തിവിടില്ല. ലോ മെൽറ്റിംഗ് പോയിന്റ്, പെട്ടെന്ന് എന്താണ് ഉരുകിപ്പോവും. ചെറിയൊരു ചൂടുണ്ടാവില്ല, അപ്പോൾ തന്നെ ഉരുകിപ്പോവും. യൂഷ്വലി ലിക്വിഡ് ഓർ ഗ്യാസ് സ്റ്റേറ്റ് അറ്റ് റൂം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സാധാരണയായിട്ട് ലിക്വിഡോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റേറ്റ് ആയിരിക്കും റൂം ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ. ഓക്കെ, ദെൻ പോളാർ മോളിക്കുലർ സോളിഡ്സ്. സെക്കൻഡ് വൺ ഈസ് പോളാർ മോളിക്കുലർ സോളിഡ്സ്. Constant particles are polar molecules like HCl, CO2, SO2. HCl അല്ലെങ്കിൽ CO2 ഇതൊക്കെ പോളാർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ കാരണം ഹൈഡ്രജനേക്കാളും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ് ക്ലോറിന്. അപ്പോൾ ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോൺ ക്ലോറിന്റെ അടുത്തേക്ക് നീങ്ങി നിൽക്കുമ്പോൾ ഈ ഹൈഡ്രജൻ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും അതുപോലെ ക്ലോറിന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഒരു പോളാർ കോമ്പൗണ്ട് ആണ്. ഇത് നിങ്ങൾ +1 ൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പോളാർ മോളിക്യൂൾസ് ആണ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ എങ്കിൽ നമ്മൾ അത്തരം സോളിഡ്സിനെ വിളിക്കുന്നതാണ് പോളാർ മോളിക്കുലർ സോളിഡ്സ്. ദ ബൈൻഡിങ് ഫോഴ്സ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് റിലേറ്റീവ്ലി സ്ട്രോങ്ങർ ഡൈപോൾ ഇന്ററാക്ഷൻ. ഡൈപോൾ ഇന്ററാക്ഷൻ ആയിരിക്കും അവർ തമ്മിലുള്ള ബൈൻഡിങ് ഫോഴ്സ്. ദീസ് ആർ സോഫ്റ്റ് സോളിഡ്സ്. നേരത്തെ പറഞ്ഞ സോഫ്റ്റ് ആണ്. നോൺ കണ്ടക്ടീവ്സ് ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുതിയെ കടത്തിവിടില്ല. ദെയർ മെൽറ്റിംഗ് പോയിന്റ്സ് ആർ ഹയർ ദാൻ ദോസ് ഓഫ് നോൺ പോളാർ മോളിക്കുലർ സോളിഡ്സ്. ഇതിന്റെ അത്ര വലുതൊന്നും അല്ല, പക്ഷേ നേരത്തെ പറഞ്ഞ നോൺ പോളാർ മോളിക്കുലർ സോളിഡ്സിനേക്കാളും വലുതാണ്. Most of them are gases or liquids at room temperature and pressure. ഭൂരിഭാഗവും ഒന്നില്ലെങ്കിൽ ഗ്യാസോ അല്ലെങ്കിൽ ലിക്വിഡോ ആയിരിക്കും സാധാരണ നമ്മുടെ റൂം ടെമ്പറേച്ചറിലും പ്രഷറിലും. നെക്സ്റ്റ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്സ്. ദ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആർ മോളിക്യൂൾസ് വിച്ച് കണ്ടെയ്ൻ ആറ്റംസ് ലൈക്ക് ഹൈഡ്രജൻ ആൻഡ് ഫ്ലൂറിൻ ഓക്സിജൻ ഓർ നൈട്രജൻ. ഹൈഡ്രജനോ ഫ്ലൂറിനോ ഓക്സിജനോ നൈട്രജനോ ഉള്ള മോളിക്യൂൾസ് ആണെങ്കിൽ നമ്മളതിനെ സോളിഡ്സ് ആണെങ്കിൽ അത്തരം സോളിഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്സ്. The binding force between the particles is strong hydrogen bond. അവർ തമ്മിലുള്ള ഫോഴ്സ് സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ട് ആയിരിക്കും. They are non conductors of electricity. അവർ വൈദ്യുതി കടത്തിവിടുന്നില്ല. They are volatile solids or soft solids at room temperature and pressure. അവർ സോഫ്റ്റ് ആണ്. വോളറ്റൈൽ എന്ന് പറയുന്നത് പെട്ടെന്ന് ഉരുകി പോകും. മനസ്സിലായോ? ഫസ്റ്റത്തെ പഠിച്ചു കഴിഞ്ഞു. ഇനി സെക്കൻഡ് വൺ അയോണിക് സോളിഡ്സ്. The constant particles are ions. ഇവിടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്താണ്? അയോണുകൾ. അയോണിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. പോസിറ്റീവ് അയോൺ, കാറ്റയോൺ, നെഗറ്റീവ് അയോൺ, ആനയോൺ. ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് എടുത്താലോ, സോഡിയം പ്ലസും ക്ലോറിൻ എന്താണ് മൈനസും. ഇതാണ് അയോൺ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. ദ ബൈൻഡിങ് ഫോഴ്സ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ഈസ് സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ അവർ തമ്മിലുള്ള ബൈൻഡിങ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. നമ്മൾ അതിനെ അയോണിക് ബോണ്ട് എന്നാണ് വിളിക്കുക, അയോണുകൾ തമ്മിലുള്ള അട്രാക്ഷനെ. ഇനി ദേ ആർ ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ. എന്താണ്? അത് വളരെ ഹാർഡാണ്. അതെന്താ പെട്ടെന്ന് അങ്ങനെ എന്താണ് നമുക്ക് പൊട്ടിക്കാനൊന്നും പറ്റുന്നില്ല. They have high melting point and boiling point. പെട്ടെന്ന് ഉരുകുകയുമില്ല, പെട്ടെന്ന് തിളക്കുകയുമില്ല. Then they are electrical insulator in the solids. സോളിഡ് സ്റ്റേറ്റിൽ അവർ വൈദ്യുതിയെ കടത്തിവിടില്ല, പക്ഷെ ഉരുകിയാൽ അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ ലയിപ്പിച്ചാൽ വൈദ്യുതിയെ കടത്തിവിടുന്നവരാണ്.
but in the molten or solution state they conduct electricity. Example, sodium chloride, potassium chloride, calcium chloride, etc. Okay, then third one, metallic solid. ഈ പേരിൽ തന്നെ ഉണ്ട് മെറ്റൽ ആണെന്നുള്ളത്. They contain a large number of metal ions which are surrounded by a sea of electrons. Metal ion ഉണ്ടാവും, അതിന് ചുറ്റും നിറച്ച് electrons. The particles are held together by strong electrostatic force of attraction. Metallic bond. Okay. Metallic bond. They are good conductors of heat and electricity, malleable and ductile, and show metallic luster. എല്ലാ മെറ്റൽ ഈ കാറ്റഗറി പെടും, എല്ലാ ലോഹങ്ങളും. മനസ്സിലായോ? മാലിബിലിറ്റി എന്താണ്? നമുക്ക് അടിച്ചു പരത്തി ഷീറ്റ് ആക്കാം. ഡക്റ്റൈൽ എന്താണ്? വലിച്ചു നീട്ടി കമ്പി രൂപത്തിലാക്കാം. ആൻഡ് മെറ്റാലിക് ലസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മുറിച്ചു കഴിയുമ്പോൾ തിളങ്ങും കിടന്ന്. മനസ്സിലായോ? വൈദ്യുതിയെ കടത്തി വിടുന്നവരാണ്, ഹീറ്റിനെ കടത്തി വിടുന്നവരാണ്, ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ. Then the fourth one, covalent or network solids. The constant particles are atoms. ശ്രദ്ധിക്കണം, മോളിക്യൂൾ അല്ല, എന്താണ്? ആറ്റംസ് ആണ്. The binding force between the particle is strong covalent bond. What is covalent bond? Electronine തമ്മിൽ പരസ്പരം ഷെയർ ചെയ്യും. The bond between atoms when they share electrons. Okay. They are very strong and brittle. വളരെ സ്ട്രോങ് ആണ്. നമ്മൾ എങ്ങനെ മുറിച്ചാലും മുറിയില്ല, അങ്ങനെ പെട്ടെന്നൊന്നും. They have extremely high melting point and are electrical insulated. വൈദ്യുതി കടത്തിവിടില്ല, high melting point. An example, diamond, silicon carbide, XII, commonly known as carborundum, quartz, graphite, etc. ഇതൊക്കെ ഈ കോവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സിൽ പെടുന്ന സോളിഡ്സ് ആണ്. ഓക്കെ, അങ്ങനെ 4 ടൈപ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ അതിന്റെ ഒരു ഡയഗ്രം നോക്കിയാണ്, ഇച്ചിരി ചെറുതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിലും ഒന്ന് സൂം ചെയ്ത് നോക്കുക. അതിനകത്ത് ഫസ്റ്റ് വൺ ഇവിടെ കാണിച്ചിരിക്കുന്ന ടൈപ്പ് ഏത് തരത്തിലുള്ള സോളിഡ്സ് ആണ്? നോൺ പോളാർ സോളിഡ്സ്, പോളാർ, ഹൈഡ്രജൻ ബോണ്ടഡ്, അയോണിക് സോളിഡ്, മെറ്റാലിക് സോളിഡ്, കോവാലന്റ്. അപ്പൊ ഇത്രയും ആ സോളിഡ് ടൈപ്പ് ആണ്. കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ആണ് ഈ നോൺ പോളാർ സോളിഡ്സിൽ മോളിക്യൂൾസ്, പോളാർ സോളിഡ്സിൽ മോളിക്യൂൾസ്, ഹൈഡ്രജൻ ബോണ്ടറിൽ മോളിക്യൂൾസ്. പക്ഷെ അയോണിക് സോളിഡിൽ വന്നപ്പോൾ അയോൺ ആണ്, മെറ്റാലിക് സോളിഡിൽ വന്നപ്പോൾ പോസിറ്റീവ് അയോൺ, അതിന്റെ ചുറ്റിനും എന്താണ്? ഇലക്ട്രോൺസ്. കോവാലന്റിലെ ആറ്റംസ് ആണ്. ഇനി എങ്ങനെയാണ് അട്രാക്റ്റീവ് ഫോഴ്സ്? നോൺ പോളാർ സോളിഡ്സിലെ ഡിസ്പേഷൻ ഓർ ലണ്ടൻ ഫോഴ്സ്, പോളാർ സോളിഡ്സിൽ ഡൈപ്പോൾ ഇന്ററാക്ഷൻ, ഹൈഡ്രജൻ ബോണ്ടിൽ ഹൈഡ്രജൻ ബോണ്ടിങ് തന്നെ, അയോണിക് സോളിഡിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, മെറ്റാലിക് സോളിഡിൽ മെറ്റാലിക് ബോണ്ടിങ്, കോവാലന്റ് നെറ്റ്വർക്ക് സോളിഡിൽ കോവാലന്റ് ബോണ്ടിങ്. ഇനി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഇവർ ഇൻസുലേറ്റർ ആണ്, സെക്കൻഡ് വൺ തേർഡ് വൺ ഇൻസുലേറ്റർ ആണ്. അയോണിക് സോളിഡ് സോളിഡ് സ്റ്റേറ്റിൽ ഇൻസുലേറ്റർ ആണ്, പക്ഷേ മോൾട്ടൺ സ്റ്റേറ്റിലും ലിക്വിഡ് സ്റ്റേറ്റിലും ഇൻസുലേറ്റർ അല്ല. മെറ്റാലിക് സോളിഡ് കണ്ടക്ടർ ആണ്, കോവാലന്റും കണ്ടക്ടർ ആണ്. അടുത്ത ഫിസിക്കൽ നാച്ചർ, ഇത് സോഫ്റ്റ് ആണ്, രണ്ടാമത്തെ സോഫ്റ്റ് ആണ്. ഹൈഡ്രജൻ ബോണ്ട് ഹാർഡ് ആണ്, അയോണിക് സോളിഡ് ഹാർഡ് ബട്ട് ബ്രിട്ടിൽ ആണ്. പിന്നെ മെറ്റാലിക് സോളിഡ് എന്താണ്? ഹാർഡ് ബട്ട് മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ. നമുക്ക് മാലിയബിൾ ആണ്, ഡക്റ്റൈൽ ആണ്. കോവാലന്റ് എന്ന് പറഞ്ഞാൽ ഹാർഡ് ബട്ട് മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ. ഓക്കെ. ദെൻ മെൽറ്റിംഗ് പോയിന്റ് വരുമ്പോൾ നോൺ പോളാർ സോളിഡ്സ് വെരി ലോ, ഇവിടെ പോളാർ സോളിഡ് ലോ, അയോണിക് സോളിഡിൽ ഹൈ, മെറ്റാലിക് സോളിഡിൽ ഫെയർലി ഹൈ, കോവാലന്റിൽ ഫെയർലി ഹൈ. പിന്നെ വരുന്ന എക്സാമ്പിൾസ് ആണ്. ഈ എക്സാമ്പിളൊക്കെ നിങ്ങൾ നോക്കി വയ്ക്കുക, എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ. സോ ഇതാണ് അതിന്റെ മൊത്തത്തിലുള്ള ഒരു ഫിഗർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നോൺ പോളാർ സോളിഡ്സ്, ദെൻ പോളാർ, ദെൻ ഹൈഡ്രജൻ ബോണ്ടഡ്, then ionic solids, then metallic solids, then covalent or network solids. Okay, thank you.